വൈദ്യുത ചിലവ് കുറയ്ക്കാൻ വീട്ടിൽ സോളാർ പാനൽ സ്ഥാപിച്ചവരെ വെട്ടിലാക്കുന്ന KSEBയുടെ രീതിക്കെതിരെ മുൻ DGPR ശ്രീലേഖ രംഗത്തെത്തി. ബാറ്ററി ആവശ്യമില്ലാത്തതിനാൽ ചെലവ് കുറയുമെന്ന മെച്ചം കണ്ടിട്ടാണ് കൂടുതൽ പേരും ഓൺ ഗ്രിഡ് സോളാർ സിസ്റ്റം തിരഞ്ഞെടുക്കുന്നത്. എന്നാൽ വീട്ടിൽ സോളാർ വയ്ക്കുമ്പോൾ ഓൺ ഗ്രിഡ് ആക്കല്ലേ, KSEB കട്ടോണ്ട് പോകുമെന്ന് ശ്രീലേഖ ഫേസ്ബുക്കിൽ കുറിച്ചു. കറണ്ട് ബിൽ ഉൾപ്പെടെ കാണിച്ചാണ് ശ്രീലേഖയുടെ പോസ്റ്റ്. വീട്ടിൽ സോളാർ ഓൺ ഗ്രിഡാക്കി ഉപയോഗിക്കുകയാണെന്നും എന്നാൽ ബില്ല് വന്നപ്പോൾ സോളാർ വയ്ക്കുന്നതിന് മുൻപത്തേക്കാൾ കൂടുതലാണെന്നും ശ്രീലേഖ പറയുന്നു. ശ്രീലേഖയുടെ പോസ്റ്റ് ഇങ്ങനെയാണ്: വീട്ടിൽ സോളാർ വയ്ക്കുമ്പോൾ ഓൺ ഗ്രിഡ് ആക്കല്ലേ, KSEB കട്ടോണ്ട് പോകും. 2 വർഷം മുൻപ് കണ്ണ് തള്ളിപ്പോയപ്പോഴുള്ള കറണ്ട് ബില്ല് കണ്ടിട്ടാണ് സോളാർ വയ്ക്കാമെന്ന് തീരുമാനിച്ചത്. വിദഗ്ധ ഉപദേശപ്രകാരം ഓൺ ഗ്രിഡായി ചെയ്തു. പിന്നീട് ആ ബില്ല് മാസം തോറുമായെങ്കിലും പഴയ 20,000-ന് പകരം 700-800 ആയപ്പോൾ സന്തോഷമായി. കഴിഞ്ഞ 5-6 മാസമായി പതിയെ അത് കൂടി കഴിഞ്ഞ മാസത്തെ ബില്ല് 10,300. അതായത് സോളാർ വയ്ക്കുന്നതിന് മുൻപത്തേക്കാൾ കൂടുതൽ. വൈദ്യുതി ഉപയോഗം ഒട്ടും കൂടിയിട്ടില്ല. അവരുടെ ബില്ല് കണ്ടാൽ ഒന്നും മനസ്സിലാവില്ല. എന്തൊക്കെയോ മെഷീൻ വെച്ച് എന്തൊക്കെയോ കണക്കുകൾ. മുൻപൊരു പരാതി നൽകിയിരുന്നു. അപ്പോൾ കുറെ ടെക്നിക്കൽ പദങ്ങൾ കൊണ്ടൊരു മറുപടി അല്ലാതെ ഒന്നും സംഭവിച്ചില്ല. പിന്നെ സ്വയം ചിന്തിച്ച് മനസ്സിലാക്കി. മറ്റു സംസ്ഥാനങ്ങളെക്കാൾ ഇരട്ടി യൂണിറ്റ് ചാർജ് ചെയ്യുന്ന KSEB മീറ്ററിൽ സമയമനുസരിച്ച് എന്തൊക്കെയോ സെറ്റ് ചെയ്തിട്ടുണ്ട്. കാലത്തെ വൈദ്യുതിക്ക് ഒരു തുക, ഉച്ചയ്ക്കുള്ള ഉപയോഗത്തിന് വേറൊരു തുക, രാത്രി ഉപയോഗിക്കുന്നതിന് മറ്റൊരു തുക. എന്നാൽ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന സോളാറിന് അവർ തരുന്ന വിലയുടെ പകുതിയിൽ താഴെ. എൻ്റെ 5 kW സോളാർ മാസം 500 മുതൽ 600 യൂണിറ്റ് വരെ KSEBക്ക് കൊടുക്കുന്നു. എന്നാൽ അത് 200-300 യൂണിറ്റായി മാത്രമേ അവർ കണക്കാക്കൂ. അവർക്കതിൻ്റെ വില അത്രയല്ലേ ഉള്ളൂ. അനധികൃത പവർ കട്ട് സമയത്തും ലൈൻ പണി എന്ന് പറഞ്ഞ് ദിവസം 3-4 മണിക്കൂർ കറണ്ടില്ലാത്ത സമയവും നമ്മൾ സോളാറിലൂടെ കറണ്ട് ഉണ്ടാക്കി അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കും. നമുക്കൊരു ഗുണവുമില്ല താനും. അതുകൊണ്ട് സോളാർ വയ്ക്കുമ്പോൾ ബാറ്ററി വാങ്ങി ഓഫ് ഗ്രിഡ് വയ്ക്കുന്നതാണ് നല്ലത്. അതാവുമ്പോൾ നമ്മുടെ കറണ്ട് നമുക്ക് തന്നെ കിട്ടുമല്ലോ. ഇതിവിടെ എഴുതിയത് കൊണ്ട് പൊതുജനങ്ങൾക്കെങ്കിലും ഗുണമുണ്ടാവട്ടെ. കാട്ടുകള്ളന്മാരായ KSEB എന്തെങ്കിലും ചെയ്യുമെന്ന് യാതൊരു പ്രതീക്ഷയുമില്ല. കഴിഞ്ഞ മാസത്തെ ബില്ല് താഴെയുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലായാൽ പറയണേ എന്നാണ് മുൻ DGP ശ്രീലേഖയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്.